വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുരിങ്ങപ്പൂവും കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്നത്തെ. അപ്പോൾ നമ്മളിവിടെ മുരിങ്ങപ്പൂവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചിരുന്ന വെള്ളത്തിലാണ് ഇട്ടിരുന്നത്. 10 മിനിറ്റ് നേരം ആണ് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. ഇപ്പോൾ വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളൊരു കടായിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിലേക്ക്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അരിമണികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളേരിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുത്തരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് വേണേലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി അരിമണികളൊക്കെ ഒന്ന് പൊട്ടി വരുന്നിടം വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അരിമണി ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് എരിവിനനുസരിച്ച് എടുത്തോളൂ. ഞാനൊരു 4 മാത്രം, എരിവ് കുറച്ച് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. 4 ഉപയോഗിച്ചിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ ഈ വറ്റൽമുളക് നമ്മൾ ചുട്ടെടുത്തിരിക്കുന്നതാണ്, ചുട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി വേണ്ടത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഒരു 15 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ കല്ലിൽ വെച്ച് ചതച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളിയുടെയും ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിനകത്ത് വളരെ കുറച്ച് മാത്രമേ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൊച്ചുള്ളിയുടെ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പച്ചമണം അതെല്ലാവർക്കും ഒന്നും ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് തന്നെ ഇട്ട് നമ്മളിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇത്തിരി കൂടുതൽ തന്നെ വേണം. മുരിങ്ങിപ്പൂവായതുകൊണ്ട് നമ്മൾ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ തേങ്ങ നമ്മൾ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അതിൻ്റെ പൊലിമയായിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ തേങ്ങയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമുളക് ഒന്ന് മാറിക്കോട്ടെ. അത് വേറൊന്നും കൊണ്ടല്ല, മുരിങ്ങിപ്പൂവിന് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ തേങ്ങയുടെ വേവും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ചെറിയതായിട്ട്. അതായത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിക്കകത്തിട്ട് തന്നെ വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി കുറച്ചായിരുന്നു ചേർത്ത് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഈ കറിക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിരുന്നത്. ആ പൊടിയുടെ പച്ചമണം കൂടി ഒന്ന് മാറി വന്നോട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാം വെവ്വേറെയായിട്ട് നല്ലൊരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം നമുക്ക് കിട്ടും. ആ സമയം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മുരിങ്ങിപ്പൂക്കളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. സാധാരണ കറിക്ക് ചേർക്കുന്ന പോലെ ഉപ്പ് അധികം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. വെന്ത് വരുമ്പോൾ വല്ലാണ്ടങ്ങ് എന്താ പറയുക, താന്ന് ഒത്തിരി കാണത്തില്ല. അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി കറി ഉണ്ടെന്ന് തോന്നും, പക്ഷെ ഒത്തിരി ഒന്നും വരത്തില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ വെള്ളം ഒന്നും പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കണ്ട. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറി ഒരു രസം ഉണ്ടാവില്ല. ഇതുപോലെ നല്ല വരട്ടി എടുക്കണം. നമുക്കൊരു തോരൻ പരുവത്തിന് തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. മുരിങ്ങപ്പൂവ് ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുന്നതോ മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് അല്ലാതെ കറി വെച്ച് കഴിക്കുന്നതൊക്കെ ഒത്തിരി ടേസ്റ്റാണ്. പോരാത്തതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അത് വേറൊന്നുമല്ല, ധാതുക്കളുടെ കലവറ എന്ന് തന്നെയാണ് മുരിങ്ങപ്പൂവിനെ പറയുന്നത് കേട്ടോ. ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങുന്നതാണ്. നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ തട്ടിപ്പൊത്തി ഒരു 4-5 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, സാധാ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുരിങ്ങപ്പൂവൊക്കെ ഏകദേശം നല്ല ഒരുമാതിരി നല്ല രീതിയിലൊന്ന് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവി വെള്ളമൊക്കെ ചെറുതായിട്ട് വീണിട്ടുണ്ടാവുമല്ലോ. അതെല്ലാം കൂടെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ ചെറുതായിട്ടൊന്ന് തുറന്നും കൂടെ വെച്ച് ഇളക്കിയിട്ടൊന്ന് കൊടുക്കണം. അപ്പം ഈ ഇരുമ്പ് ചീൻചട്ടിയിലൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിൻ്റെ ചൂടോടുകൂടി തന്നെ അതങ്ങ് പൊക്കോളൂ. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ചീൻചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മളത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഒന്ന് വിളമ്പി കൂടെ കാണിക്കാം. അപ്പോൾ എന്തായാലും അടിപൊളി തോരനായതുകൊണ്ട് തന്നെ ചോറുണ്ടാക്കാമെന്ന് വെച്ചു. നല്ല ചൂട് ചോറുണ്ടായിരുന്നു. ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ നന്നായിട്ട് തോരനൊക്കെ ഇങ്ങനെ കിടക്കും, നല്ല വേർവിട്ട് കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ടാറ്റാ.